നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട അജിത് കൂത്താട്ടുകുളം അദ്ദേഹമാണ് നമ്മളോട് ഉള്ളത്. ചേട്ടാ സ്വാഗതം. അപ്പോൾ 2 സിനിമകളാണ് ചേട്ടൻ ഇറങ്ങാൻ പോകുന്നത് അടുത്ത് അല്ലേ? ഒന്ന് ദൃശ്യം 3, മറ്റൊന്ന് തിരക്കിനടിയിൽ അല്പം നേരം. അപ്പോൾ തിരക്കിനടിയിൽ അല്പം നേരം എന്താണ് ഞാൻ ചോദിച്ചാൽ, അതിലൊരു വിദ്യാർത്ഥിയുടെ ഒരു അച്ഛനാണ് റോളാണെന്ന് പറഞ്ഞു. എന്താണ് അതിനകത്തൊരു വിദ്യാർത്ഥിയുടെ അച്ഛനായിട്ടാണ്. അതിൻ്റെ അകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർക്കശക്കാരനായ അച്ഛൻ. മറ്റുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഇവന് പഠിത്തത്തിന് മോശമല്ല എങ്കിലും പഠിക്കും, പക്ഷെ അത് പോരാ. നന്നായിട്ട് പഠിക്കുന്ന ഒരു ആയിരിക്കണം, ഡോക്ടറാക്കണം എന്നുള്ളൊരു ചിന്താഗതി നടക്കുന്ന ഒരു അപ്പൻ. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയാണോ? അല്ല എൻ്റെ കുട്ടികളൊക്കെ വലുതായി, പക്ഷെ അവരൊക്കെ നന്നായിട്ട് പഠിക്കുമായിരുന്നു. നമ്മളൊന്നും ചെയ്യേണ്ടി വന്നില്ല. തലയിൽ നമ്മൾ പിള്ളേരെ തല്ലുന്ന പരിപാടിയില്ല, കുട്ടികളെ തല്ലുക അങ്ങനെ പരിപാടിയൊന്നും. പക്ഷെ ഇതിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര ക്രൂരനായിട്ട് തല്ലുന്ന വ്യക്തിയാണ്. അത് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഉപദ്രവം, ഭക്ഷണം പോലും കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ 11 മണി രാത്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഫുഡ് ഒരളവുണ്ട്, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു നിയമം, അങ്ങനെ ഒരു കാരണം വരും. അങ്ങനത്തെ ഒരു വേഷം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നത്. ഇല്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് വേറൊരു നടൻ ചെയ്തു, എനിക്കൊണ്ട് വേറെ ഏതൊരു പുതിയൊരു നടനെ വെച്ച് ചെയ്ത് തുടങ്ങി, അവസാനം എന്നെ വിളിച്ച് വരുത്തിയതാണ്. കാരണം ആ പുള്ളി ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച, പക്ഷെ ഞാൻ കഥ പോലും അറിയത്തില്ല. ഞാൻ വേറെ കയറിയിരുന്നു, എന്നാ പറയണ്ടേന്നൊക്കെ ചോദിച്ചപ്പോൾ ഇതാണ് ഒരൊറ്റ 2 ഡയലോഗ്. ആ സീനിൽ 2 ഡയലോഗ് മാത്രം. ആ 2 ഡയലോഗ് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്ത് കളിച്ചു. അവർ ഡയറക്ടർ മോണിറ്ററിന് അവിടെ നിന്ന് കൈ കൊട്ടി സൂപ്പർ എന്ന് പറഞ്ഞു. ഡയറക്ടർ ഹാപ്പിയാണ്. ഹാപ്പി. അപ്പൊ ഇപ്പോഴും ഈ സിനിമയുടെ സെലക്ഷൻ ഒക്കെ നമ്മൾ അങ്ങനെയൊന്നും സെലക്ഷൻ ഒന്നും ഇല്ല, നമ്മൾ വിളിക്കുന്നത് വരുന്നത് നല്ലത് നോക്കി. സെലക്ഷൻ ഒന്നും ഇല്ല. ഇപ്പൊ നമുക്ക് വരുന്നതിൽ എങ്ങനെ അത് മനോഹരമാക്കാം, അത് തന്നെയാണ്.